Renjit Englishന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ലാബ് അസിസ്റ്റന്റിന്റെ 15-ാം തീയതി നടന്ന ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻസിന്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പം ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലേക്ക് ലഭിക്കുവാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഇനി 11-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടതായിട്ടുള്ളത്. നോക്കാം. ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ വേർഡ് അസെന്റ്. അതായത് അസെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായ അർത്ഥം എടുത്തെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആക്ട് ഓഫ് ക്ലൈംബിംഗ്, ഡിക്രീസിംഗ് ഓർഡർ, എഗ്രിമെന്റ്, സ്റ്റൈൽ ഓഫ് വാക്കിംഗ്. ഈ അസെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കറക്റ്റ് എന്താണ്? കൺസെന്റ് എന്നാണ്. എന്താണ് കൺസെന്റ്? കൺസെന്റ്. അപ്പൊ അസെന്റും കൺസെന്റും ഒരേ അർത്ഥം തന്നെയാണ്. ഇവരുടെ രണ്ടിന്റെ അർത്ഥം എന്താണ്? എഗ്രിമെന്റ് എന്നാണ്. എന്താണ് എഗ്രിമെന്റ്? അല്ലെ, എഗ്രിമെന്റ് എന്നാണ് ഈ പറയുന്ന അസെന്റിന്റെ അർത്ഥം. അസെന്റിന്റെ അതേ അർത്ഥം തന്നെയാണ് കൺസെന്റ്. കൺസെന്റ് കൊടുക്കുക എന്ന് വെച്ചാൽ എന്താ? കൺസെന്റ് എടുക്കുക എന്ന് വെച്ചാൽ എഗ്രിമെന്റ്, അല്ലെങ്കിൽ ആ സമ്മതം കൊടുക്കുക എന്നർത്ഥത്തിൽ. അപ്പം എഗ്രിമെന്റ്. പലരും ഈ അസെന്റ് എന്ന് കാണുമ്പോൾ ആക്ട് ഓഫ് ക്ലൈംബിംഗ് എഴുതാൻ ചാൻസ് ഉണ്ട്. ആ അസെന്റിന്റെ അർത്ഥം എന്താണ്? സ്പെല്ലിംഗ് എന്താണ്? ASEND അസെന്റ് അല്ലെ. അപ്പൊ ഈ അസെന്റും ഈ അസെന്റും കൂടെ കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ഈ അസെന്റിന്റെ അർത്ഥമാണ് എന്ത്? ആക്ട് ഓഫ് ക്ലൈംബിംഗ്. എന്നാൽ ഈ അസെന്റ് എന്ന് വെച്ചാൽ എന്താണ്? എഗ്രിമെന്റ് എന്നാണ് അർത്ഥം. അതായത് കൺഫ്യൂസിംഗ് വേർഡ്സുമായി ബന്ധപ്പെട്ട ആ ടോപ്പിക്കുള്ള ചോദ്യം. കൺഫ്യൂസിംഗ് വേർഡ്സുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി എടുത്ത് നോക്കുക. പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് കറക്ഷൻ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ഇവിടെ ശരി ഏതാണ്? ഫാർമസ്യൂട്ടിക്കൽ. പലർക്കും ഇത് രണ്ടും കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു A അധികത്ത് വന്നു, എന്നാൽ അത് വേണ്ട. ഇവിടെ ഫാർമസ്യൂട്ടിക്കൽ എന്നാണ് കറക്റ്റ് ആൻസർ. നിങ്ങളോട് നോക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഫോം ഓഫ് ദ വെർബ്. If I dash in your position, I would refuse to pay him. അപ്പൊ ഇത് ഏതുമായി ബന്ധപ്പെട്ടാണ്? ഇഫ് ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇഫ് ക്ലാസിന്റെ ഇവിടെ ഉദ്ദേശിക്കുന്ന സബോർഡിനേറ്റ് ക്ലാസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. മിക്കപ്പോഴും ഈ സബോർഡിനേറ്റ് ക്ലാസ് വന്നിട്ട് ഈ ഭാഗം കറക്റ്റ് ചെയ്യാനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. എന്നാൽ അതിന് വിപരീതമായിട്ട് ഇവിടെ കറക്റ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിൽ ടു ബി എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്താ ടു ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഡാഷ് വരേണ്ട ഭാഗത്ത് അല്ലെ, ഈ ബ്ലാങ്ക് വന്നിരിക്കുന്ന ഭാഗത്ത് ബിയുടെ രൂപങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിയുടെ രൂപം. അത് ബിയുടെ ഏതെങ്കിലും രൂപം എടുത്ത് എഴുതിയാൽ പോരാ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ ആപ്റ്റ് ആയിട്ടുള്ള ബിയുടെ രൂപമാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി നോക്കുക. ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ബിയുടെ രൂപങ്ങൾ? വാസും വേറും ആമും ബിയുടെ രൂപങ്ങളാണ്. അപ്പൊ ഹാവ് ഒരിക്കലും ബിയുടെ രൂപമല്ല. ഇതിന്റെ കൂടെ ഒരു ബീൻ ഉണ്ടായിരുന്നെങ്കിൽ, ഹാവ് ബീൻ എന്നായിരുന്നെങ്കിൽ ഇത് ബിയുടെ രൂപമായ, എന്നാൽ ഹാവ് ബിയുടെ രൂപമല്ല. അപ്പൊ ഇത് നമുക്ക് തുടക്കത്തിൽ തന്നെ ഇതിനെ അവോയ്ഡ് ചെയ്യാം. ഇനി നോക്കുക. ഇഫ് ഐ ഡാഷ് ഇൻ യുവർ പൊസിഷൻ, ഐ വുഡ് റെഫ്യൂസ് ടു പേ ഹിം. അപ്പൊ വുഡ് റെഫ്യൂസ് ആണ്. നമ്മൾ ഈ വുഡ് ഉപയോഗിക്കുന്നപ്പോഴാ ഏത് ക്ലോസിലാണ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത്? ഇഫ് ക്ലാസ് എന്തായി വരുവാണെങ്കിൽ, സിമ്പിൾ പാസ്റ്റ് ആയി വരുവാണെങ്കിൽ. എന്താണ്? ഇഫ് ക്ലാസ് സിമ്പിൾ പാസ്റ്റ് ആയി വരുമ്പോഴാണ് നമ്മൾ വുഡോ, കുഡോ, ഷുഡോ, മൈറ്റോ ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ സിമ്പിൾ പാസ്റ്റ് ഫോമാണ് വരേണ്ടത്. ഏതിന്റെ? ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോമാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? വാസും വേറുമാണ്. അപ്പം ഈ ആമെന്ന് പ്രസന്റ് ഫോമാണ്. അപ്പൊ ആമും ഇവിടെ വരില്ല. കാരണം ഇവിടെ വുഡാണ് വന്നിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ഫോം ആണ് വരേണ്ടത്. ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം. അപ്പൊ നമുക്ക് വാസ് അല്ലെങ്കിൽ വേർ ഇതിൽ ഇനി ഏത് എഴുതുമെന്നുള്ളതാണ്. നമ്മൾ നോക്കുക.
വാസ് എപ്പോഴും എഴുതുന്നത് സിംഗുലറിന്റെ കൂടെയും വേറെ എഴുതുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ എഴുതുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. എങ്ങനെ? പ്രസന്റ് ടെൻസ് ഒഴികെ ബാക്കി എല്ലാ ടെൻസുകളിലും ഐ എന്തായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഐ വന്നതുകൊണ്ട് വാസ് ആണ് നമ്മൾ എഴുതേണ്ടത്. എന്നാൽ ഇവിടെ നമ്മൾ ഇഫ് ക്ലാസിനെ കുറിച്ചാണ്, ഇഫ് ക്ലാസ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താ? ലൈക്ലി കണ്ടീഷനുണ്ട്, അൺലൈക്ലി കണ്ടീഷനുണ്ട്. എന്താ ലൈക്ലി കണ്ടീഷനും അൺലൈക്ലി കണ്ടീഷനും തമ്മിലുള്ള വ്യത്യാസം? ലൈക്ലി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ അൺലൈക്ലി കണ്ടീഷൻ നമ്മൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതാണ്. കാരണം ഐയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ ഇന്നതായിരുന്നേനെ എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ്? ഞാൻ ചെയ്തേനെ നടത്തില്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇഫ് ക്ലാസ്സിൽ ഐയുടെ കൂടെ എപ്പോഴും നമ്മൾ ഏത് ഉപയോഗിക്കാവും? പ്ലൂറൽ ഫോമായ വേറെ ഉപയോഗിക്കാവും. അപ്പൊ ഇഫ് ഐ വെർ ഇൻ യുവർ പൊസിഷൻ ഐ വുഡ് റെഫ്യൂസ് ടു പേ ഹിം എന്നായിരിക്കും ഇവിടുത്തെ ആൻസർ ആയി വരിക. ഇനി അടുത്ത് നോക്കുക, യൂസ് ദ സ്യൂട്ടബിൾ വൺ. നോക്കുക, ഐ ഹാവ് നോട്ട് ബീൻ ടു ബോംബെ ഡാഷ് 3 years. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോർ കൊടുത്തിട്ടുണ്ട്, ഫ്രം കൊടുത്തിട്ടുണ്ട്, സിൻസ് കൊടുത്തിട്ടുണ്ട്, ബൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കേണ്ട കാര്യം, ഇവിടെ ഐ ഹാവ് നോട്ട് ബീൻ ഇതെന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ നമ്മൾ ഫോറോ സിൻസോ ആണ് ഉപയോഗിക്കേണ്ടത് സമയത്തെ സൂചിപ്പിക്കും. അതിൽ ഇനി ഏത് എഴുതുമെന്നുള്ള, സിൻസ് ആണോ ഫോർ ആണോ എഴുതുന്നുള്ളത്, അത് ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ് അല്ലെങ്കിൽ ടൈമിനെ ആശ്രയിച്ചാണ്. ഇവിടെ 3 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 years എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കാലയളവാണ്. അപ്പൊ അങ്ങനെ കാലയളവ് തന്നിട്ടുണ്ടെങ്കിൽ കാലയളവിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏത് ഉപയോഗിക്കാവൂ? ഫോർ ആണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇവിടെ നിശ്ചിത സമയമായിരുന്നെങ്കിലോ നമ്മൾ എന്ത് ഉപയോഗിക്കണമായിരുന്നു? സിൻസ് ഉപയോഗിക്കണമായിരുന്നു. അപ്പൊ 3 years എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ആണ്, ഒരു കാലയളവാണ്. അതുകൊണ്ട് നമ്മൾ ഫോർ ആണ് ഇവിടെ ആൻസർ ആയി വരിക. ഇനി അടുത്ത് നോക്കിയാൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്. പൊളിറ്റിക്സ് ഡാഷ് എ ഡർട്ടി ഗെയിം. ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ സബ്ജക്റ്റ്. ഈ സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നാണ് നോക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? രാഷ്ട്രീയം എന്നാണ്. രാഷ്ട്രീയങ്ങൾ എന്നല്ല പറയുന്നത്, രാഷ്ട്രീയം, പൊളിറ്റിക്സ്. അപ്പോൾ അത് സിംഗുലർ ആണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ന്യൂസ്, അല്ലെ, വാർത്തകൾ എന്നൊക്കെയുള്ള ന്യൂസ്, അതെപ്പോഴും സിംഗുലർ ആയിരിക്കും. അങ്ങനെ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ചില സബ്ജക്റ്റുകളുണ്ട്. അതിൽ പെടുന്നതാണ് പൊളിറ്റിക്സ്. അപ്പോൾ പൊളിറ്റിക്സ് എപ്പോഴും സിംഗുലർ ആണ്. അതുകൊണ്ട് ഇവിടെ ഈസ് ആണ് വരേണ്ടത്. ഹാസ് ഒരിക്കലും വരത്തില്ല. ഇവിടെ ബി ഫോംസിലുള്ള ആണ് വരേണ്ടത്. അപ്പൊ ഈസ്. പൊളിറ്റിക്സ് ഇസ് എ ഡർട്ടി ഗെയിം. അപ്പോൾ ഈ ക്ലാസ്സും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിന്റെ 4ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.